അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് തലയിൽ ഇലാസ്റ്റിക് കെട്ടിയ ആളൂരാണ് രാഹുൽ ഈശ്വരെങ്കിൽ ജുബ്ബ ഇടുന്ന രാഹുൽ ഈശ്വറാണ് എൻ ശ്രീകുമാർ എന്ന് പറയേണ്ടി വരും. കാരണം ഒരു മനുഷ്യനും ന്യായീകരിക്കാൻ പറ്റാത്ത തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ആളുകളെ എന്തെങ്കിലും പഠിച്ചു വെച്ച ജാർഗൻസ് ഉപയോഗിച്ചിട്ട് ചർച്ചയാണോ അതോ ആക്ഷേപമാണോ? വ്യക്തിപരമായ ആക്ഷേപമാണോ ചർച്ചയാണോ? ചർച്ച തീരുമാനം എടുക്കണം. എനിക്ക് എന്റേതായ ഐഡന്റിറ്റി ഉണ്ട്. ശ്രീ പ്രേംകുമാർ അദ്ദേഹത്തോട് ശക്തമായി വിയോജിച്ചു. എന്നെ വിളിച്ചുകൊണ്ട് തോന്നിയാസം പറയരുത്. വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് ദയവായി പോകാതിരിക്കുക. വിഷയത്തിലേക്ക് വരാം പ്രേംകുമാർ, വിഷയത്തിലേക്ക് വരാം. തോന്നിയാസം പറഞ്ഞ ചർച്ചയ്ക്ക് മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയണം. വ്യക്തിപരമായി ആക്ഷേപിക്കരുത്. എനിക്ക് തിരിച്ചു പറയാൻ അറിയാമെന്നൊന്നുമല്ല, പക്ഷെ വ്യക്തിപരമായി ആക്ഷേപിക്കരുത് കേട്ടോ. മനസ്സിലായി ശ്രീകുമാർ, അത് അദ്ദേഹത്തെ സംബന്ധിച്ച് അത് ആക്ഷേപകരമാണ്. അതിലേക്ക് പോകരുത് പ്ലീസ്. കാര്യത്തിലും വിഷയത്തിലും രാഹുൽ ഈശ്വർ നിങ്ങളാരാ? എന്നെ വേറെ ആളായിട്ട് ഊഹിക്കാൻ നിങ്ങളാരാ? നിങ്ങളാരാ എന്നെ വേറെ ആളായിട്ട് ഊഹിക്കാൻ? പ്രേംകുമാർ ആരാ? എന്റെ പേര് എൻ ശ്രീകുമാർ എന്നാ. ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറ. രാഷ്ട്രീയം പറ. അപ്പൊ രാഹുൽ ഈശ്വർ പറയുന്ന പോലുള്ള ന്യായമാണ് ശ്രീകുമാർ പറയുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ട് അല്ലെ? രാഹുൽ ഈശ്വർ എന്ത് കാര്യമാണോ ഞാൻ അങ്ങനെയാ പറഞ്ഞത്. ജുബ്ബയിട്ട രാഹുൽ ഈശ്വറാണ് എൻ ശ്രീകുമാർ എന്നാ ഞാൻ പറഞ്ഞത്. അത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന്. പ്രേംകുമാർ നിങ്ങളെ തിരുത്തണം. മാന്യതയുണ്ടെങ്കിൽ നിങ്ങളെ തിരുത്തണം. മനസ്സിലായോ? സംസാരിക്കൂ. രാഷ്ട്രീയം അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കൂ. ആ റെജി ലൂക്കോസിനോട് പറയും സംസാരിക്കാൻ. പ്രേംകുമാർ മൂന്ന് രാഹുൽമാരുണ്ട്. ഒന്ന് രാഹുൽ ഗാന്ധി, മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, മറ്റൊന്ന് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ എന്ത് വർത്തമാനമാണോ പറയുന്നത് അതേ സാധനം ഡീസന്റ് ആയിട്ട് പറയുകയാണ് എൻ ശ്രീകുമാർ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ എന്താണ് അധിക്ഷേപമുള്ളത്? രാഹുൽ ഈശ്വർ സകല നാഷണൽ റീജിയണൽ ചാനലുകളിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിനോട് കടുത്ത വിയോജിപ്പ് എനിക്കുണ്ട്. അതേ വിയോജിപ്പ് ശ്രീകുമാറിനോടുമുണ്ട്. അത് തന്നെയാണ് പറഞ്ഞത്.